ഒരു വർഷം BJP PR മാനേജ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്ന തുക എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 1200 കോടി രൂപയാണ് ഒരു വർഷം PR മാനേജ്മെന്റിന് വേണ്ടി മാത്രം NDA സർക്കാർ ഈ രാജ്യത്ത് ചെലവഴിക്കുന്നത്. അതിൽ 43%, ഏകദേശം 60 കോടി രൂപ ആർക്കാ നൽകുന്നറിയാമോ? ദിനപത്രങ്ങൾക്ക്, ചാനലുകൾക്ക് വേറെ. 600 കോടി രൂപ ഈ രാജ്യത്തെ ദിനപത്രങ്ങൾക്കായി PR മാനേജ്മെന്റിന് വേണ്ടി BJP നൽകുന്നു. അപ്പോ നമ്മൾ പറയും, ഈ പത്രങ്ങളൊക്കെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഉണ്ടെന്നേ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കേരളത്തിലുള്ള പോലെയല്ല, ഉത്തരേന്ത്യയിലെ അവസ്ഥ എൻറ്റോർലി ഡിഫറെന്റ് ആണ്. കാരണം ഈ പറയുന്നത് പോലെ ഞാൻ ഈ വിഷയമായതുകൊണ്ട് മാത്രം ഇന്ന് കേരളത്തിലേക്ക് വന്നത്, ഇന്ന് ഈ വിഷയം സംസാരിക്കണം. കാരണം മാധ്യമ നൈതികതയെക്കുറിച്ച് ഈ രാജ്യത്തെ ഭരണകൂടം ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് എന്താണ്, മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറയാൻ കിട്ടുന്ന എല്ലാ വേദികളും ഉപയോഗപ്പെടുത്തണം എന്നത് തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വിഷയം സംസാരിക്കാനായി ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഈ വിഷയം സംസാരിക്കുന്ന സമയത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ കുറച്ചധികം കാലമായി ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായി അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിന്റെ ഭാഗമായി ഉത്തരേന്ത്യ മുഴുവൻ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ പറയുന്ന മോദി വിരുദ്ധതയെ ഒന്നും തന്നെ ഒരു തരത്തിലും ഈ ഉത്തരേന്ത്യയിൽ ഒരു രീതിയിലും അഫക്ട് ചെയ്തിട്ടില്ല. അവിടെയുള്ള ജനങ്ങൾ ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഒന്നുമല്ല, മോദിയാണ് വികസന നായകൻ എന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ പല ഇടങ്ങളിലും നമ്മൾ ചില പോസ്റ്ററുകൾ കണ്ടു. കാരണം PM യോജന, പ്രധാനമന്ത്രി യോജന വഴി ഇത്ര സംഭവങ്ങൾ ആളുകൾക്ക് കിട്ടി, ഇത്ര വീടുകൾ കിട്ടി, അല്ലെങ്കിൽ ഇത്ര ലോണുകൾ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ക്യാമ്പയിൻ നമ്മുടെ കേരളത്തിലും കണ്ടു. ഞാൻ കേരളത്തിലും പല ഇടങ്ങളിലും ഈ പറയുന്ന പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ട്. വലിയ ഹോർഡിങ്സ് വെച്ചിട്ടുണ്ട് പല ഇടങ്ങളിലും. അത് ഉത്തരേന്ത്യയിൽ സജീവമായി വെച്ചിരുന്നു. അന്ന് ഒരു മാധ്യമം പോലും എന്താണ് ഇതിന്റെ വസ്തുത എന്ന് അന്വേഷിക്കാൻ തുനിഞ്ഞിറങ്ങിയിട്ടില്ല. പക്ഷേ ന്യൂസ് ലോണ്ടറി എന്ന് പറയുന്ന നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ മാധ്യമം ഇതിനു വേണ്ടി എന്താണ് ഇതിലെ വസ്തുത എന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചിറങ്ങി. എന്താണ് അവർ കണ്ടെത്തിയതെന്നറിയാമോ? ഇതൊരു സെറ്റ് ടേക്കാണ്. അതായത് ഈ ഹോർഡിംഗിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ പദ്ധതി വഴി ഞങ്ങൾക്ക് ഒരു വീട് കിട്ടി, ഞങ്ങളുടെ പണ്ടത്തെ വീട് ഈ ഒരു കുടിലായിരുന്നു, ഇപ്പോഴത്തെ വീട് ഇത്ര വലിയ വീടാണ്, ഇതാണ് സംഭവം. ഈ പരസ്യത്തിൽ കാണിച്ചിരിക്കുന്ന സ്ത്രീയെ അന്വേഷിച്ചു പോയി ന്യൂസ് ലോണ്ടറിയുടെ മാധ്യമ സംഘം. അവിടെ ചെന്ന് ചോദിക്കുമ്പോഴാണ്, അല്ല ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നേ, ഇത് തന്നെയല്ലേ ഞങ്ങളുടെ വീട്, അതവർ ചിത്രീകരിച്ചു. എന്നിട്ട് തൊട്ടു പിന്നാലെ എന്താ സംഭവിച്ചെന്നറിയോ? അവർക്കെതിരെ ഇപ്പോഴും അത് ഡിഫമേഷൻ കേസ് ഉണ്ട്. എന്തിനാണ് ഡിഫമേഷൻ? അതായത് അവർ ആ വസ്തുത പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അപകീർത്തി കേസ് ഉണ്ടാവുകയാണ് മാധ്യമങ്ങൾക്കെതിരെ. ഈ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ ഒരു ഭരണകൂടത്തിന്റെയും വക്താക്കളാകാൻ തീരുമാനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ചെറുതൊന്നുമായിരിക്കില്ല. അത് ദ വയർ, ക്വിന്റ് ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കൊക്കെ അറിയാലോ ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധന സമയത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് അമിത്ഷായുടെ മകൻ ജയിൻ ഷാ 5000 കോടി രൂപയാണ് ഒരു കോർപ്പറേറ്റ് ബാങ്ക് വഴി വെളുപ്പിച്ചെടുത്തത് എന്നുള്ള വാർത്ത കൊടുത്തതിന്റെ പേരിൽ ഇന്നും കോടതി കയറി ഇറങ്ങുകയാണ് ദ വയറിന്റെ മാധ്യമ സംഘം മുഴുവൻ തന്നെ. 1000 കോടി രൂപയാണ് അവരോട് ചോദിച്ചിരിക്കുന്ന കോമ്പൻസേഷൻ. ഇപ്പോൾ നേരത്തെ പ്രണോയ് റോയുടെ കാര്യം പറഞ്ഞില്ലേ, പ്രണോയ് റോയ് ഈ പറയുന്ന സ്ഥാപനം വിട്ടിറങ്ങി ഓടി രക്ഷപ്പെട്ടു. രാജ്ദീപ് സർദേശായി എവിടെയാണ്? രാജ്ദീപ് സർദേശായി എങ്ങനെയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോ രാജ്യത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒക്കെ തന്നെയും അവസ്ഥ ഇതാണ്. പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളതല്ല. ഇപ്പോ നേരത്തെ സഖാവ് പറഞ്ഞതുപോലെ പോസ്റ്റ് ട്രൂത്ത് ഒക്കെ കഴിഞ്ഞു, പോസ്റ്റ് ട്രൂത്തിന്റെ പരിപാടിയൊക്കെ അവസാനിച്ചു. നമുക്കിപ്പോ പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തരം എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ലാന്നേ. കാരണം അതൊക്കെ നമ്മൾ പറയില്ലേ, കുറെ കഴിയുമ്പോ ന്യൂ നോം എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ കോവിഡിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം നമുക്കൊക്കെ തന്നെയും സാധാരണമാവും, കാര്യങ്ങളൊക്കെ തന്നെയും സാധാരണമാകുന്ന നിലയുണ്ടാകുന്നതിനെയാണ് നമ്മൾ ന്യൂ നോം എന്ന് പറയുക. പോസ്റ്റ് ട്രൂത്തിന്റെ അവസ്ഥയും അത് തന്നെയാണ്. കാരണം 1996 മുതൽക്കാണ് പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള വാക്ക് വളരെ സജീവമായി കേൾക്കുന്നത്. 2016 ഈ പറയുന്നത് പോലെ പോസ്റ്റ് ട്രൂത്ത് ആ വാക്കായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അത് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴും സംശയാസ്പദമായി കാണപ്പെടുന്ന ആ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മൾ പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച്, സത്യാനന്തരത്തെക്കുറിച്ച് വളരെ സജീവമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ അന്ന് എന്തായിരുന്നു എന്നറിയോ? ഈ ഇന്റർനാഷണൽ മാധ്യമങ്ങളൊക്കെ തന്നെ പോസ്റ്റ് ട്രൂത്തിന് ഒരു വലിയ രസമുള്ള കഥയുണ്ട്. കാര്യം ഈ സത്യാനന്തര കാലം എന്താണെന്നറിയോ? നമ്മളൊക്കെ പറയില്ലേ പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ചൊരു ഡെഫിനിഷൻ എന്താണ് എല്ലാവരും പറയുക, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള മനുഷ്യരോട്
സത്യാനന്തര കാലത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുക? എങ്ങനെയാണ് നമ്മൾ അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുക? ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ശരിയായ സമയത്ത് അവതരിപ്പിക്കുന്നതിനെയാണ് പോസ്റ്റ് ട്രൂത്ത്. ഇത് ഞാൻ ഒരു ഡെഫിനിഷൻ, ഇത് ആരെങ്കിലും എന്നോട് പോസ്റ്റ് ട്രൂത്ത് എന്താന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കണമല്ലോ. അതായത് നമ്മളിപ്പോ പറയാണ് ഒരു വസ്തുതയുമായി പുലബന്ധം പോലും ഉണ്ടാവില്ല, പക്ഷെ അത് ശരിയെന്ന രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. അത് കറക്റ്റ് ഒരു ഇലക്ഷന്റെ സമയത്താണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കൂ, അത് കൃത്യമായി വർക്കാകും. ദിസ് ഈസ് പോസ്റ്റ് ട്രൂത്ത്. ഇതാണ് പോസ്റ്റ് ട്രൂത്ത്. ഇത്രയേ ഉള്ളൂ പോസ്റ്റ് ട്രൂത്ത്. ഈ പോസ്റ്റ് ട്രൂത്ത് വെച്ചിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപും ഒക്കെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. 2013 മുതൽക്ക് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ട്വിറ്റർ ക്യാമ്പയിനുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പോസ്റ്റ് ട്രൂത്തിന്റെ ഭീകരത എന്താണെന്ന്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു വമ്പൻ കള്ളം, ആ കള്ളം വലിയ ഹെഡ്ലൈൻ ആയിരുന്നു അന്നത്തെ മാധ്യമങ്ങളുടെ. എന്താണെന്നറിയോ? ഈ പറയുന്ന ട്വിൻ ടവർ തകർക്കപ്പെട്ടല്ലോ അമേരിക്കയിലെ ട്വിൻ ടവർ തകർക്കപ്പെടുന്ന, ഇരട്ട ഗോപുരങ്ങൾ തകർക്കപ്പെടുന്ന സമയത്ത് അവിടെ അതിന്റെ തൊട്ടു താഴെ, അതായത് അയാളുടെ ഫ്ളാറ്റിലിരുന്ന് അയാൾ കാണുകയാണ്, അയാളുടെ ഫ്ളാറ്റിന്റെ തൊട്ടു താഴെ അറബ് വംശജരും മുസ്ലിം നാമധാരികളും ഈ പറയുന്നത് പോലെ സ്വീറ്റ്സ് ഒക്കെ പങ്കുവെച്ച് വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഈ പറയുന്ന പുകൾ പെറ്റ ഒരു മാധ്യമ പ്രവർത്തകനും, BBC-യോ ന്യൂയോർക്ക് ടൈംസോ അല്ലെങ്കിൽ ഒരു മാധ്യമവും തയ്യാറായില്ല. അല്ലെങ്കിൽ ബ്ലൂംബർഗ് വലിയ രീതിയിൽ റെവല്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ബ്ലൂംബർഗ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം. പക്ഷെ ആ മാധ്യമ സ്ഥാപനം പോലും തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഡേവിഡ് ക്യാമറൂണിന്റെ കാര്യത്തിലോ സമാനമായ രീതിയിലല്ലേ ഡേവിഡ് ക്യാമറൂണിനെതിരെ വാർത്തകൾ നടന്നത്? അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് ക്യാമറൂൺ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പന്നിയുടെ തലയിൽ അദ്ദേഹത്തിന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർത്തു എന്നുള്ളതായിരുന്നു ഒരു വാർത്ത. ഈ വാർത്ത വരുന്നത് ന്യൂയോർക്ക് ടൈംസ് പോലൊരു പത്രത്തിലാണ് വരുന്നത്. വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു, തെരുവുകൾ കത്തുന്നു, രാജി ആവശ്യപ്പെടുന്നു, ആകെ ബഹളം. 10 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. വലിയ പ്രശ്നമാണ്. ഡേവിഡ് ക്യാമറൂണിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നമാണ്. അന്ന് BBC-ക്ക് പോലും, അതായത് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിന് പോലും അന്ന് ചെയ്യേണ്ടി വന്നത് ഈ പറയുന്ന വാർത്ത കൊടുക്കേണ്ടി വന്നു. ഈ വാർത്തയുടെ സത്യാവസ്ഥ ഒന്നും അന്വേഷിച്ചില്ല. ഏതാണ്ട് 1 മാസക്കാലത്തോളം ഈ ചെയ്തത് തെറ്റാണെന്നും ഈ പറയുന്ന ഇങ്ങനെ ഒരു ഭരണാധികാരി ഒരു കാരണവശാലും ഈ രാജ്യം ഭരിക്കാൻ പാടില്ല എന്നും പറഞ്ഞു വലിയ പ്രശ്നങ്ങൾ നടന്നു. എന്താ സംഭവിച്ചതെന്നറിയോ? 1 മാസം കാലം കഴിഞ്ഞപ്പോ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തക ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് പറയാ, എനിക്കങ്ങനെ വാർത്ത കിട്ടിയത് ചുമ്മാ ഞാനങ്ങ് കൊടുത്തതാ, എനിക്കതിന് തെളിവൊന്നുമില്ല അത്രേ. ഈ 1 മാസക്കാലം പ്രക്ഷോഭം കൊണ്ട് തെരുവിൽ നിന്നവരാരായി? അത് മാത്രമല്ല, ഈ പറയുന്ന രാജി ആവശ്യപ്പെടുന്നു. BBC ഉൾപ്പെടെയുള്ളവർ ആ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു. ഇതാണ് പോസ്റ്റ് ട്രൂത്തിന്റെ ശക്തി. അതായത് ഒരു നാടിനെ മുഴുവൻ കത്തിക്കാൻ ഒരു ചെറിയ സ്പാർക്ക് മതി. ആ സ്പാർക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുന്ന ഇടത്താണ് ഈ പറയുന്നത് പോലെ പോസ്റ്റ് ട്രൂത്ത് ജയിക്കുന്നത്. അത് വളരെ വിദഗ്ധമായി ഉപയോഗിക്കുന്ന ആളുകളാണ് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപ്. എനിക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ദേശീയ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ കർഷക സമരം ഓർമ്മയുണ്ടല്ലോ. ഈ കർഷക സമരമല്ല, നമ്മുടെ പൗരത്വ ഭേദഗതി ബിൽ. ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും വലിയ പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുകയാണ്. അപ്പോ എന്റെ ഈ സുഹൃത്ത് ടൈംസ് നൗവിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ അയാള് ഈ പറഞ്ഞതുപോലെ മുംബൈയിലാണ് അവരുടെ ഹെഡ് ഓഫീസ്. അപ്പൊ ഡൽഹിയിലാണ് ഇയാൾ ജോലി ചെയ്യുന്ന ഡൽഹിയിലാണ്. അപ്പൊ ഇയാളോട് പറഞ്ഞത്, ഈ പ്രക്ഷോഭകാരികളെ പോലീസ് മർദ്ദിക്കുന്ന ഒരു ദൃശ്യവും വേണ്ട. എപ്പോഴെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മുടെ ദേഹം നൊന്താല് നമ്മൾ തിരിച്ച് അടിക്കാനായി എടുക്കുന്ന ഒരു വടിയുണ്ടല്ലോ, ആ വിഷ്വൽ മാത്രം നിങ്ങൾ ഷൂട്ട് ചെയ്താൽ മതി. ആ വിഷ്വൽ മാത്രം നിങ്ങൾ സെൻട്രൽ ഡെസ്കിലേക്ക്, അതായത് ഈ മുംബൈയിലെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചാൽ മതി. അല്ലാതെ ഒരു സാധനവും നിങ്ങൾ സംപ്രേഷണം ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കർശന നിർദ്ദേശം ഈ പറയുന്നത് പോലെ മാധ്യമപ്രവർത്തകർക്കെല്ലാം പോയി. അത് എന്റെ ഈ സുഹൃത്തിന് ഈ കുറച്ച് ഇടത് പക്ഷ അസുഖമുള്ളത് കൊണ്ട് JNUവിന്റെ ഒക്കെ ഒരു പ്രൊഡക്റ്റാ. അപ്പം ഈ പരിപാടിക്ക് എന്നെ കിട്ടില്ല. ഞാൻ മാധ്യമ പ്രവർത്തകനായത് അത്യാവശ്യം മാധ്യമ പ്രവർത്തനം ചെയ്യാനാണ്, അല്ലാതെ മാമാപ്പണി ചെയ്യാനല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പിമ്പിങ്ങിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആ വാർത്ത പ്രോപ്പറായി, എനിക്ക് തോന്നുന്നു ടൈംസ് നൗവിന്റെ ആ ദിവസത്തെ ദൃശ്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനന്ന് റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്യുന്ന സമയമാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ. അതായത് അന്ന് ഞങ്ങൾ സംപ്രേഷണം ചെയ്തത് നിർമ്മൽ എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകൻ അയച്ചു തന്നുകൊണ്ടിരുന്ന ദൃശ്യങ്ങളാണ്. ഈ പറയുന്ന മാധ്യമ പ്രവർത്തകനെതിരെ ഉണ്ടായ നടപടി എന്താണെന്നറിയോ? നാഗ്പൂരിലേക്കായിരുന്നു പിന്നീട് അയാളുടെ ട്രാൻസ്ഫർ. നീ അവിടെ പോയൊന്ന് അച്ചടക്കം പഠിച്ചിട്ട് തിരിച്ചിനി വന്നാ മതി എന്ന് പറഞ്ഞ് അയാളെ നാഗ്പൂരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു.
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആൾ പറഞ്ഞത് അയാളൊരു ശർമ്മയാണ്. അപ്പോ അത് ശർമ്മ എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലെ ഒരു ബ്രാഹ്മൺ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വിഭാഗമാണ്. അപ്പൊ ഞാനൊരു ശർമ്മ ആയതുകൊണ്ട് ഈ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പറയും ഞാനൊരു ശർമ്മ ആയതുകൊണ്ട് ജീവനോടെ ഉണ്ട്, കൊന്നിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇതാണ് നമ്മൾ തിരിച്ച് പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒക്കെ തന്നെ ഈ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന അവസ്ഥ. കഴിഞ്ഞ 9 വർഷത്തിനിടെ ഈ രാജ്യത്ത് കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരമുണ്ടോ? ഏതാണ്ട് 31 മാധ്യമപ്രവർത്തകരാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ മാത്രം. എല്ലാ ജോലിക്കും അതിൻ്റെതായ റിസ്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഈ സത്യം പറയുന്നതിന്റെ പേരിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയില്ലേ മാധ്യമ നൈതികത. ഇത് ഇപ്പൊ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒക്കെ നമ്മൾ സംസാരിക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ ഫാസിസത്തിനെതിരെ നമ്മൾ സംസാരിക്കാൻ നിന്നാൽ, നയങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കാൻ നിന്നാൽ നമ്മൾ അവിടെ ലിഞ്ച് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് സോഷ്യൽ മീഡിയ ത്രൂ ആണെങ്കിലും അല്ലാതെയോ ഒക്കെ അക്കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ശ്രീ VS സുനിൽകുമാറൊക്കെ ഞങ്ങളുടെ ചർച്ചകളുടെ സ്ഥിരം ഗസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ ഒക്കെ തന്നെയും പലപ്പോഴും ഈ പറയുന്ന അർബൻ നക്സൽ എന്നൊക്കെ പല BJP-ക്കാരും ഇതെന്ന് വിളിക്കുന്നത് കേൾക്കാം. കാരണം അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും പല വിഷയങ്ങളിലും ഷാർപ്പായി സംസാരിക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ മാധ്യമപ്രവർത്തകരോടും. ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ട് അതൊരു തെറ്റായ വിധിയാണ്. എനിക്കിപ്പോഴും അഭിമാനത്തോടുകൂടി